തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ജീവനക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കണമെന്നാവശ്യപ്പെട്ട സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ FSCTO സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലേക്ക് തിരുവനന്തപുരം ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസിലേക്കും മറ്റു ജില്ലകളിലെ കളക്ടറേറ്റിലേക്കും ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ എന്ന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. TV പ്രസാദ് നമുക്ക് വിവരങ്ങൾ നൽകാനുണ്ട്. പ്രസാദ്, വോട്ട് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ അവകാശമാണ്. അത് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഉണ്ടാവണം. എങ്ങനെയാണ് സംഘടന പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്? ഷിഹാസ് കീർത്തന പറഞ്ഞതുപോലെ പോസ്റ്റൽ വോട്ടുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടാണ് ആ സർവീസ് സംഘടനകളിലുള്ള ആളുകൾക്കുണ്ടായത്. നമുക്കറിയാവുന്നതുപോലെ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവർക്കാണ് പോസ്റ്റൽ ബാലറ്റ് ഉള്ളത്. പക്ഷേ ഇത്തവണ ആ വിതരണത്തിൽ തടസ്സം നേരിട്ടു എന്ന പരാതിയാണ് പലരും ഉന്നയിച്ചത്. പല ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതികൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഹൈക്കോടതിയുടെ മുന്നിൽ ഒരു ഹർജി പോലും എത്തുന്ന സാഹചര്യമുണ്ടായി. ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു, ഒരു കാരണവശാലും ഒരു പൗരനും വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന്. പക്ഷേ ഇപ്പോഴും നിരവധി ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. അതിനൊപ്പം തന്നെ BLOമാർക്ക് അവരുടെ വേതനം കൊടുത്തില്ല എന്ന ആവശ്യം കൂടി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്കും അതാത് ജില്ലാ കളക്ടറേറ്റിലേക്കും FSCTOയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇനി ഒരു കാരണവശാലും ഇത്തരത്തിൽ ജീവനക്കാർക്ക് വോട്ട് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്നുള്ളതാണ് ആ പ്രതിപക്ഷ ഭരണപക്ഷ സംഘടന എല്ലാവരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത്. ഷിഹാസ്, കീർത്തന. ശരി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.